നിങ്ങൾ ക്യാമ്പ് വൃത്തിയേടാക്കുമല്ലേ? ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ആളുകൾ മൊത്തം നോക്കണ്ടേ? എന്താണ് ഞങ്ങളെ കണ്ട്? അല്ല, നിങ്ങൾ കണ്ടല്ലേ? പടച്ചോനാണ് മുത്തു മോനെ ആരോട് പറയുന്നത് കേട്ടോ. അയാൾക്കിന്റെ കൂടി പിടിയും വലിയൊക്കെ ആയിരുന്നു. എന്റെ കുപ്പായ ആകെ നാശമായി. ഇത് അങ്ങനെയുള്ള പിടിയും വലിയൊന്നല്ല. പിന്നെ എന്റെ ഒരു സുഖമുള്ള പിടിയും വലിയ എന്തായി? എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? അല്ല, ഇപ്പൊ ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കേറി വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ. നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. നിങ്ങളെങ്ങനെ വിചാരിച്ചു? ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ്. പോക്കാണ് മോനെ. അറിയാന്നേ പറഞ്ഞല്ലേ പോകാം. ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടാം. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല. രോഹിണിക്ക് വല്ല ആവശ്യമുണ്ടോ? വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടൗണിൽ പോകണ്ടേ? എനിക്കൊന്നും വേണ്ട. അഥവാ വല്ലതും വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ട. ഭാസ്കരേട്ടനെ അന്യനായിട്ട് കാണണ്ട. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലാണ്. ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും. ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്ത് പറയില്ല. രോഹിണിക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ സത്യം ചെയ്യാം. കൈ അടിച്ച് ഞാൻ സത്യം ചെയ്യാം. ഇതെന്താ ഇത്? അതല്ല, ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിൽക്കുക. അല്ല, എനിക്ക് കൈ നോക്കാൻ അറിയാം. ഞാൻ തമാശ പറഞ്ഞല്ല. അല്ല, ഭാഗ്യരേഖയുടെ ഉടക്കല്ലേ? നീ വലിയ ശീലാവധി അറിയൊന്നും വേണ്ട. എല്ലാവരും വന്നപ്പോ വന്നുകൊണ്ട് എന്തു ആവാന്നോ? അല്ലടാ, ഞാനിപ്പോ ചെന്നില്ലായിരുന്നു. എന്തായാലും നീയൊക്കെ കൂടെ അവസാനം തന്നെ ജയിലിലും കേട്ടു അല്ലടാ. ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കയറിയതാ. എന്നെ കയറി പിടിച്ചപ്പോ ഞാനും പിടിച്ചു. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഞാൻ വന്നപ്പോ മാത്രം ഒച്ച വെച്ചു. ഇവന്മാർ രണ്ടുപേരും അങ്ങോട്ടൊന്നില്ലേ? ഞാനോ? ഈ കരീമോ ഈ രാഘവനും. ദാദാ, ഈ നിഷ്കളങ്കയായ പെൺകുട്ടി എന്നെ പറ്റി അനാവശ്യം പറഞ്ഞു. നീ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞു. നീയല്ലേ പറഞ്ഞു? നിങ്ങളാ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഈ കുട്ടി നല്ല കുട്ടിയാണ്. ഒരുപാട് രണ്ടുപേരും പറഞ്ഞു. ഞാൻ പറഞ്ഞ പറഞ്ഞു. ഞാൻ പറഞ്ഞു. പറഞ്ഞു. ഞാൻ പറഞ്ഞ പറഞ്ഞു. ഞാൻ പറഞ്ഞു. മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞില്ലേ? എല്ലാത്തിനും ഞാൻ വിഷം തന്നു കൊല്ലും. ഇതെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് ഞാനും ചാവും. சுப்பிரமணியம் உள்ள இருக்கு. நான் தான் சிவ சுப்பிரமணியம். நீயா? அட பாவி, எங்கடா உன் குடுமி? குடுமி நான் கட் பண்ணியாச்சு. கடவுளே, எதுக்கு? நான் மாடர்ன் ஆயிட்டேன் பாட்டி. ஐயோ, பிராமண குலத்துக்கே நீ அபகாரம் பண்ணிட்டடா பாவி. பாட்டி, அதெல்லாம் அந்த கால பேஷன். என்னடா இது வேஷம்? இதெல்லாம் இந்த கால பேஷன். நான் கண்டக்டரா இருந்தா அல்லாட்டி போலீஸா இருந்தா பேண்ட் தானே போடணும். நம்ம வேஷமா போட்டு போறது என்ன? உன்னோட தாத்தா பிரம்மச்சாரியா நம்ம கோயில பூஜாரி ஆகாம கல்யாணம் பண்ணதுல தான் இந்த குடும்பமே நாசமா போனது. நீ அந்த மாதிரி பண்றதை பார்த்து நான் சும்மா இருக்கணுமா? தாத்தா கல்யாணம் பண்ணறதுக்கும் நான் பேண்ட் போடுறதுக்கும் என்ன சம்பந்தம்? இல்லடா, சம்பந்தமா கேக்குறேன். பிரம்மச்சாரியா கோயில்ல பூஜாரியா இருக்கிறத விட்டுட்டு உனக்கு எதுக்குடா சுப்பு இந்த மாதிரி வேஷம்? ஐயோ பாட்டி, ஆபீஸுக்கு இன்னையில இருந்து இது போட்டுட்டு போலேன்னா அவங்க என்ன உள்ள ஏட்ட மாட்டாங்க. நான் போயிட்டு வரேன். போறியா? பொச்சடா, போடா போ. இதே போட்டு திரும்பி வந்தேன், இந்த வீட்டு வாசப்படி ஏத்த மாட்டேன். ஆமா, பாத்துக்கோ. கடவுளே ராமா, இந்த புள்ளைக்கு நல்ல புத்தியை கொடுப்பா. എന്താ ജോക്കർ? ജോക്കർ വരുന്നുണ്ട്. അസ്വീകാരം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. ഇരുന്നു അവസാനം മാവുണ്ണാൻ നേരത്ത് കുറെ ചീട്ട് നിന്ന് വെള്ളം കുടിക്കുള്ളൂ. ഇവിടുത്തെ അലമ്പ് കഞ്ഞേക്കാട്ടി നല്ലതാ. ഈ റീൽസ് ഇല്ലാതെ കയറുന്നോണ്ടാ തട്ടാ നിൽക്കുമ്പോ ഓരോരുത്തൻ പബ്ബ അടിക്കുന്നത്.
ഒരു കാര്യം റിഹേഴ്സൽ നടത്താം നിന്റെ ഒത്ത് കുത്ത്. മറ്റേതല്ല നവീനം അത് വേണ്ട രാമായണം പഴയ രൂപത്തിൽ ആ രാമായണം പഴയ രൂപത്തിൽ തന്നെ എല്ലാവർക്കും പഴയ വേഷങ്ങളും. അപ്പൊ സീതയോ? തീർച്ചയായിട്ടിപ്പോ എന്താ അവളുടെ പേര്? രോഹിണി. അവളായിക്കോട്ടെ. എന്താ 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 ഒരു കുറവ്? എന്താ അവക്ക് ഇനി കുറയാനുള്ളത്? സീത എന്ന് പറഞ്ഞ ആരാ? ആരാ? ഭൂലോക സുന്ദരി, ആചാന ബാഹു, അന്ന നട. ശരിയാ, ഓളെ പിടിച്ച് സീതയാക്കിയാലേ ഇവൻ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടിയ പോലെ ഇരിക്കും. അപ്പൊ അവളല്ലാതെ പിന്നെ ആരാ സീതയുടെ വേഷം കെട്ടുന്നത്? ഒന്നല്ല 9 സീതയെ കിട്ടും തിരക്കണം. എന്നാ ഒരു സീതയെ പൊക്കിക്കൊണ്ടെങ്കിൽ വാ സാറ്. കൊണ്ടുവരാം. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താന്ന്? ശ്രീരാമൻ മാറണം. എന്താ? എന്നിട്ട് എന്തോ ഞാൻ പറഞ്ഞേ? ശ്രീരാമൻ മാറണം. എന്നിട്ടാ? എന്നിട്ട് ഞാൻ ശ്രീരാമനാ. അതിലും ഭേദം ഇതാ. മലയാളി നമ്മൾ ഒറ്റ കാര്യം പറയട്ടെ, മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ശ്രീരാമന്റെ വേഷം കിട്ടുന്ന ആൾക്ക് നല്ല മുഖസ്തുതി വേണം. അതുകൊണ്ട് അവൻ നമ്മൾ കേട്ട ശ്രീരാമന്റെ വേഷം. എന്തേ എന്തേ എന്തേ? ആരും ഒന്നും ആകണ്ട, ഞാൻ തന്നെ ശ്രീരാമൻ. പിന്നെ വളരെ പിള്ളേർ പറയുന്നതിലും കാര്യമുണ്ട്. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടിയാണ്. നാട്ടുകാരല്ല ഇതിന് കാശ് മുടക്കിയിരിക്കുന്നത്. കണ്ണി കണ്ട അലവലാദികളെ ശ്രീരാമൻ കെട്ടിക്കാനല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത്. ആരാ അലവലാതി? നിന്റെ കാര്യമല്ല. പിന്നെ നമ്മള് നീ മാത്രമേ ഉള്ളൂ അലവലാതി. ഓ ഞാനാണോ? ഇവിടെ വേറെ ആരും ഇല്ലേ? ഞാനാണോ പിള്ളേര് പറയുന്നത് കേട്ടില്ലാന്ന് പറഞ്ഞു. ആരാണ് ശ്രീരാമനാകേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ? ഓരോന്നിനും അതിൻ്റെതായ വഴികളുണ്ട്. വരാട്ടെ. എല്ലാവരുടെ പേരും എഴുതിയിട്ടുണ്ട്. ഓഹോ, നിന്റെ പേര് വരെ ഉണ്ട്. അതെന്താ വരെ? ഞാൻ എന്താ 7-ാം കൂലി? എന്റെ പേരുണ്ടാ? ഉണ്ടാ. എല്ലാരും പേരുണ്ട്, പിന്നെ എന്റെ പേരുണ്ട്. ചേട്ടൻ തന്നെ ഐശ്വര്യായിട്ട് ഒരെണ്ണം എടുത്താൽ. എടി കേട്ടോ, ആർക്കാ ശ്രീരാമൻ കെട്ടാൻ ഭാഗ്യം ഇപ്പൊ അറിയാലോ. അത് നമ്മളെ എന്നിട്ട് ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. എന്താ എന്താ എന്താ? കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. അതൊന്ന് നോക്കട്ടെ. അല്ല, ശ്രീരാമൻ കെട്ടാൻ ആർക്കാ യോഗ്യത ഇപ്പൊ മനസ്സിലായല്ലോ. ആരും അതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സീതയെ പറ്റി ആലോചിക്കാം. എന്താ വന്നാട്ടെ. ശ്രീരാമൻ കെട്ടുന്ന ലക്ഷ്മണൻ കെട്ടത് മറ്റേ ഏർപ്പാട് ഇവിടെ കാണിച്ചു. ഈ പണി ഇവിടെ നടക്കത്തില്ല. എന്താ ഇത്? ഇതെന്താ ഇതെന്ന്? ഞാൻ ഒരു തമാശ കാണിച്ചു, നീ അത് കണ്ടുപിടിച്ചല്ലേ? പിന്നെ പിന്നെ ഓലക്കമ്മിൽ കളി അടിച്ച് അടിച്ച് കണ്ണിന് സിൽവർ നമ്മൾ ചേട്ടാ ചേട്ടാ ഇതിനൊരു തീരുമാനം എടുക്കണം. ഇപ്പൊ ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കണം. ഒരു തീരുമാനം തീരുമാനം. എന്നാ ഞാൻ ഒരു തീരുമാനം പറയാം. എന്നാ പറയും. ഇവിടെ രാമനുമില്ല സീതയുമില്ല. ഇല്ല. അതുകൊണ്ട് സീതയായിട്ട് അഭിനയിക്കാൻ ഒരു നല്ല പെൺകുട്ടിയെ ആരാദ്യം കൊണ്ടുവരുന്നുവോ അവൻ ശ്രീരാമൻ. ചായ. അല്ല ചേട്ടാ, ഇവിടെ എങ്ങനെയാ പൊതുവെ? അല്ല, ഇവിടെ പൊതുവെ എങ്ങനെയാ? പൊതുവെ വളരെ മോശ. രാവിലെ ഒരു 5-10 കച്ചവടം കിട്ടും. അത് കഴിഞ്ഞാൽ പൊതുവെ ഈ ഇരിപ്പ് തന്നെ. അങ്ങനെയുള്ള പൊതുവെ അല്ല. ഇവിടെ സ്ത്രീകളൊക്കെ പൊതുവെ ഒരു ഒരു സഹകരണ മനോഭാവമുള്ള കൂട്ടത്തിലാണോ? മനസ്സിലായില്ല. അതായത് ചേട്ടന്റെ കസ്റ്റഡിയിൽ തരക്കേടില്ലാത്ത പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഈ സ്ഥലം അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണേ. വെറുതെ വേണ്ട, നമുക്ക് കാശ് കൊടുക്കാം. എന്താ പ്രശ്നം? തല്ലുള്ള തന്നെ സൂക്കേട്.
അയ്യോ ആഹാ ഹൈ. ഭാഗ്യത്തിന് ആ പാറട്ട കളവ് കണ്ടില്ല. കണ്ടിരുന്നേ കാക്കക്കുട്ടി കല്ലെടുത്തിട്ട് പോലെ കലവല ചെലച്ച് അത്രയും ചളമാക്കിയെന്നെ. ശങ്കര, ഞാൻ പാന്റ് ഷർട്ട് ഇട്ട് പോയപ്പോ രോഹിണി എന്നെ നോക്കി ചിരിച്ചു. ചിരിച്ചാ? സ്വാമി ഇപ്പൊ എന്തൊരു പറയണേ ശങ്കരന്റെ ബുദ്ധിയെ പറ്റി? അതിരിക്കട്ടെ, സ്വാമി അവളോട് വല്ലതും കേട്ടാ? എനിക്ക് പോവുകയും തന്നെ കൊണ്ട് എന്തിനു കൊള്ളാം. ഒരു പെണ്ണ് മൂത്തോക്ക് ചിരിച്ചിട്ട് ഒന്നും മിണ്ടാവുന്നിരിക്കണേണ്ടില്ലേ? എന്തിനാ ചിരിച്ചേ? സുങ്ങളി എന്നൊക്കെ ചോദിക്കണ്ടേ സ്വാമി? ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സത്യം പറഞ്ഞ ഒരു പേടി. ആ, ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണാണ്. പോ മാറിക്കൊള്ളു. പേടി മാറാൻ കുറച്ചുകൂടെ അടുത്തിടപഴകിയാ മതി. പക്ഷെ ഇങ്ങനെ പിറകെ ചാളുവെ ഒലിപ്പിച്ച് കിടന്ന് അവളെ കൊണ്ട് വായി നോക്കിയെന്ന് പറയിപ്പിക്കല്ലേ. അതിപ്പോ എന്താ ശങ്കര ഒരു വഴി? സ്വാമി വാലേറ്റ് റുപ്പിച്ചായി. അപ്പോ ബാങ്കിലെ ജോലി? ബാങ്കിലെ ഓലി മണ്ണാ കേട്ട പുല്ല് കള. കക്ഷത്തിലുള്ള പോവാനും പാടില്ല, ഉത്തരത്തിലുള്ള രാമ 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 എന്റെ അമ്മോ. രാമ 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 ഇത് വലിയ പാട് തന്നെപ്പാ. ഒരു കാര്യം ചെയ്യാം, ബാങ്കിൽ നിന്ന് ഒരു മാസം ലീവ് എടുത്താലോ? അത് ബുദ്ധി. ഞാൻ വിചാരിച്ച പോലല്ല, സ്വാമിക്ക് ബുദ്ധിയുണ്ട്. എന്താ? അപ്പൊ പിന്നെ ഞാൻ പോട്ടെ സ്വാമി. പോവാനാ സ്വാമി? എന്തെങ്കിലും ചില്ലറ എന്റെ ഇപ്പൊ ഒന്നും ഇല്ല ശങ്കര. ശമ്പളം വായിച്ചെല്ലാം തോയം പൂട്ടടിച്ച് തീർത്താ? ഇല്ല, പാട്ടിരെ കൊടുത്തു. കുഴിയിലോട്ട് കാലം നീട്ടിരിക്കണ ഈ കിളവി എന്തിനു ശമ്പളം വായിച്ച് ചാലയുടെ തുമ്പി കെട്ടി ഇടണത്? എന്റെ മുടിപ്പര അമ്മജി, ഇതെന്തൊരു ജമ്മം. ശങ്കര ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. എന്തരി